മക്കളെ, സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിലെ 5th ചാപ്റ്റർ ആയിട്ടുള്ള ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസിലെ ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്കറിയാം ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിൻലി 2 ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ. ഈ 2 കേസസിലെയും PMF നമ്മുടെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷന്റെ ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതേപോലെ മീനും വേരിയൻസും അറിഞ്ഞിരിക്കണം. ഇത് ബന്ധപ്പെട്ടിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടന്നാലോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. റൈറ്റ് ദ കണ്ടീഷൻസ് റിക്വയർഡ് ഫോർ ബൈനോമിയൽ എക്സ്പെരിമെന്റ്സ്. ഈ ചാപ്റ്ററിന് തിയറിറ്റിക്കൽ ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ബൈനോമിയൽ എക്സ്പെരിമെന്റ്സിന് റിക്വയർഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. 4 കണ്ടീഷൻസ് ഉണ്ട്, പഠിച്ചു വെക്കുക. ദർ ആർ n or finite identical trials. ഫൈനൈറ്റ് ആൻഡ് ഐഡന്റിക്കൽ ആയിട്ടുള്ള ട്രയൽസ് ആണ് നമുക്ക് ആവശ്യം. ഈച്ച് ട്രയൽ ഹാസ് 2 പോസിബിൾ ഔട്ട്കംസ്. ഓരോ ട്രയലിനും 2 പോസിബിൾ ഔട്ട്കംസേ പാടുള്ളൂ. നമ്മൾ അതിനെ സക്സസ് ഫെയിലിയർ എന്നൊക്കെ വിളിക്കുക അല്ലേ. സോ ഈച്ച് ട്രയൽ ഹാസ് 2 പോസിബിൾ ഔട്ട്കംസ്. ദ പ്രോബബിലിറ്റീസ് ഓഫ് 2 ഔട്ട്കംസ് റിമെയിൻ കോൺസ്റ്റന്റ്. 2 ഔട്ട്കത്തിന്റെയും പ്രോബബിലിറ്റി എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. ദ ട്രയൽസ് ആർ ഇൻഡിപെൻഡന്റ്. ഒരു ട്രയലിനെ ഡിപ്പെൻഡ് ചെയ്തത് അടുത്ത ട്രയൽ. ദ ട്രയൽസ് ഷുഡ് ബി ഇൻഡിപെൻഡന്റ്. സോ n ഐഡന്റിക്കൽ ട്രയൽസ് വേണം. Each trial has 2 possible outcomes. The probabilities of 2 outcomes remain constant and trials should be independent. ഈ 4 കണ്ടീഷൻസ് ഓർത്ത് വെക്കുക, which are required for binomial experiments. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. A random variable follows binomial distribution with n is equal to 16 and p is equal to half. Then the mean of the random variable is. എടാ, എന്താണ് നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എന്ന് പറയുന്നത്? മീൻ is equal to n into p. np ആണ് അല്ലേ. സോ ഹിയർ n 16 ആണ്, p ഹാഫ് ആണ്. എന്ന് വെച്ചാൽ 16 into 1/2 8 ആണ് നമുക്ക് എന്തായിട്ട് കിട്ടുക? നമ്മുടെ മീൻ ഓഫ് ദി റാൻഡം വേരിയബിൾ ആയിട്ട് കിട്ടുക. പഠിച്ചു വെക്കുക, ബൈനോമിയൽ കേസിൽ മീൻ np ആണ് ആൻഡ് നമ്മുടെ വേരിയൻസ് എന്ന് പറയുന്നത് npq ആണ്. എന്താണ് p എന്ന് പറയുന്നത്? p നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണ്. q എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ ആണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എക്സ് ഫോളോസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ 6 ആൻഡ് വേരിയൻസ് 3.6. ദ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ആദ്യം തന്നിട്ടുള്ളത് മീൻ ആണ്. മീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം np ആണ്. സോ np is equal to 6. വേരിയൻസ് 3.6 എന്നല്ലേ പറഞ്ഞേ? എന്ന് വെച്ചാൽ npq 3.6 ആണ്. npയും npqയും തന്നിട്ടുണ്ട്. ചോദിച്ചത് എന്താ? പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണ്. സക്സസിന്റെ പ്രോബബിലിറ്റിനെയാണ് നമ്മൾ p എന്ന് വിളിക്കുന്നത്. സോ വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് p ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. പക്ഷേ npയും npqയും തന്ന സ്ഥിതിക്ക് നമുക്ക് പെട്ടെന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ട്. ആരാടാ? q ആണ്. q നമുക്ക് എങ്ങനെ ഫൈൻഡ് ചെയ്യാം? npq ബൈ np ചെയ്താൽ മതി. npq ബൈ np എന്ന് പറഞ്ഞാൽ എന്താ? np ക്യാൻസൽ ആയിട്ട് നമുക്ക് q എന്ന് കിട്ടും. ആൻഡ് വാട്ട് ഇസ് npq? 3.6 ആണ്. np 6 ആണ്. രണ്ടും തന്നിട്ടുണ്ട്. 3.6 ബൈ 6 ചെയ്താൽ നമുക്ക് 0.6 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദി വാല്യൂ ഓഫ് q. q കിട്ടിക്കഴിഞ്ഞാൽ p എത്രയാ? നമുക്ക് ഓർക്കേണ്ട കാര്യം p പ്ലസ് q എന്ന് പറയുന്നത് 1 ആണ്. p പ്ലസ് q 1 ആയതുകൊണ്ട് തന്നെ q 0.6 ആണെങ്കിൽ p എന്തായിരിക്കും? 1 മൈനസ് 0.6 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.4 ആയിരിക്കും. Therefore, probability of success എന്ന് പറയുന്നത് ഈ കേസിൽ 0.4 ആണ്. സോ np npq തന്നിട്ട് ഇതേപോലെ q p n ഒക്കെ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി അങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. ദി മീൻ ഓഫ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇസ് 4 ആൻഡ് ഇറ്റ്സ് വേരിയൻസ് ഇസ് 3. മീൻ നമുക്കറിയാം. മീൻ എന്ന് പറയുന്നത് np ആണ്. സോ np ഇസ് ഈക്വൽ ടു 4 ആണ്. വേരിയൻസ് 3 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വേരിയൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് npq ആൻഡ് npq ഇസ് ഈക്വൽ ടു 3. റൈറ്റ് ദ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? npq ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഫൈൻഡ് ചെയ്ത് വെക്കാം. തന്നിട്ടുള്ളത് np4 ആണ്, npq 3 ആണ്. ഏറ്റവും ആദ്യം നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുക q തന്നെയാണ്. എങ്ങനെയാണ്? npq ബൈ np ചെയ്താൽ മതി. വാട്ട് ഇസ് npq? 3 ആണ് ആൻഡ് np4 ആണ്. സോ 3/4 ആണ് നമ്മുടെ q എന്ന് പറയുന്നത്. q 3/4 ആണെങ്കിൽ വേണമെങ്കിൽ 0.75 എന്ന് എഴുതാം, അല്ലെങ്കിൽ q 3/4 എന്ന് തന്നെ വെക്കാം കേട്ടോ. q 3/4 ആണെങ്കിൽ p എത്രയായിരിക്കണം? p is equal to 1 minus q ആണ്. സോ 1 minus 3/4 that is equal to 1/4. p യും q യും കിട്ടിക്കഴിഞ്ഞാൽ what is the value of n? n എന്ന് പറഞ്ഞാൽ നമുക്കറിയാം np4 ആണ്. np4 ആണെങ്കിൽ n is equal to 4/p ആണ്. അപ്പോൾ ഇവിടെ p എന്ന് പറയുന്നത് 1/4 ആണ്. സോ 4/1/4 that is 4 into 4 16 ആണ് എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് n കിട്ടി, p കിട്ടി, q കിട്ടി. n b യും q യും കിട്ടിക്കഴിഞ്ഞാൽ we can write the probability mass function. എന്താണ് probability mass function വരിക? p of x is equal to നമുക്ക് പറയാം ncx p raised to x q raised to n minus x ആണ്. ഇവിടുത്തെ n 16 ആണ്. സോ 16cx p എത്രയാടാ? 1/4 ആണ്. സോ 16cx 1/4 raised to x and q raised to n minus x എന്നല്ലേ. അപ്പോൾ ഇവിടെ 3/4 raised to n minus x എന്ന് വരും.
ഓക്കെ, സോ ഇതാണ് എവിടത്തെ വാല്യൂ എക്സ് ഈക്വൽ ടു 0, 1, 2 എക്സെട്രയിൽ നമ്മുടെ പി ഓഫ് എക്സ് എന്ന് പറയുന്നത്. ആൻഡ് 0 അതർവൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ആൻസർ ആയി. സോ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് PMF എന്ന് പറയുന്നത് ഇൻ കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വേർ മീൻ ഇസ് ഈക്വൽ ടു 4 ആൻഡ് വേരിയൻസ് ഇസ് ഈക്വൽ ടു 3. അപ്പോൾ മീനും വേരിയൻസും തന്നാൽ Q ഫൈൻഡ് ചെയ്യുക ആദ്യം, അത് വെച്ച് P ഫൈൻഡ് ചെയ്യുക. ആൻഡ് യൂസിങ് P വി ക്യാൻ ഫൈൻഡ് N. NPQ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് NCX P റേസ് ടു X Q റേസ് ടു N മൈനസ് എക്സിൽ N-ഉം P-യും Q-ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ P ഓഫ് എക്സിൻ്റെ ഫംഗ്ഷൻ എഴുതാം. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Which distribution is known as law of improbable events? Law of improbable events എന്ന് പറയുന്നത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് കേട്ടോ. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് ലോ ഓഫ് ഇംപ്രോബബിൾ ഇവന്റ്സ് എന്നറിയപ്പെടുന്നത്. നോട്ട് ചെയ്യാം. അടുത്തത് റാൻഡം വേരിയബിൾ എക്സ് ഹാസ് PMF f of x is equal to e raised to minus 4 raised to x by x factorial where x is equal to 0, 1, 2 etc. Which of the following is true എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യം പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് കേസ്. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷന്റെ ജനറൽ f of x എന്താണ്? ഇറ്റ് is e raised to minus lambda raised to x by x factorial. ആൻഡ് അവിടുത്തെ മീനും വേരിയൻസും ഒക്കെ എന്താണ്? മീനെ നമുക്ക് ഇ ഓഫ് എക്സ് എന്ന് പറയാം, വേരിയൻസിനെ വി ഓഫ് എക്സ് എന്ന് വിളിക്കാം. സോ വാട്ട് ഇസ് മീൻ ആൻഡ് വേരിയൻസ് ദർ? ഇ ഓഫ് എക്സും വി ഓഫ് എക്സും ഒക്കെ അവിടെ ലാംഡയാണ്. സോ ഇനി നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷനുമായിട്ട് ഇത് കമ്പയർ ചെയ്യാൻ പോവാണ്. നോക്കിക്കോളൂ, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് 4 റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ ആണ്. ഇവിടെ ലാംഡയുടെ സ്ഥാനത്ത് ആരാണ്? ലാംഡ ഉള്ളിടത്തൊക്കെ ഇവിടെ 4 ആണ് അല്ലേ. ഇ റേസ് ടു മൈനസ് ലാംഡ എന്ന് പറയുമ്പോൾ ഇവിടെ മൈനസ് 4 ആണ്. പിന്നെ ലാംഡ റേസ് ടു എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ 4 റേസ് ടു എക്സ് ആണ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. അപ്പോൾ ലാംഡയുടെ സ്ഥാനത്തൊക്കെ 4 ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഹിയർ ലാംഡ ഇസ് ഈക്വൽ ടു 4. ലാംഡ 4 ആണെങ്കിൽ മീനും വേരിയൻസും ഈ 4 തന്നെയാണ്. സോ ഇ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4 ആൻഡ് വി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4. ഓപ്ഷൻ സി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. അപ്പോൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷന്റെ പ്രത്യേകത അവിടെ മീനും വേരിയൻസും ഈക്വൽ ആണ് ആൻഡ് ദേ ആർ ഈക്വൽ ടു ലാംഡ. അടുത്ത ക്വസ്റ്റനിലേക്ക് കടക്കാം. ചൂസ് ദി കറക്റ്റ് ആൻസർ ഫോർ എ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ അല്ലേ. മീനും വേരിയൻസും തമ്മിലുള്ള കണക്ഷൻ എന്താണ്? മീൻ ഇസ് ഈക്വൽ ടു വേരിയൻസ് ആണ്, എപ്പോഴും ചോദിക്കാറുണ്ട്, നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് ദെൻ ദ മീൻ ഓഫ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഇസ് 2, ഫൈൻഡ് പി ഓഫ് എക്സ് ഈക്വൽ ടു 4 എന്നാണ് പറഞ്ഞത്. അപ്പോൾ മീൻ 2 ആണെന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ളത് എന്താണ്? ലാംഡയാണ്. ലാംഡയുടെ വാല്യൂ 2 ആണ്. ചോദിച്ചത് പി ഓഫ് എക്സ് ഈക്വൽ ടു 4 ആണ്. അപ്പോൾ ആദ്യം പി ഓഫ് എക്സ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഇ റേസ് ടു മൈനസ് ലാംഡ. ആദ്യം നമുക്ക് പി ഓഫ് എക്സ് എഴുതാം അല്ലേ. പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ ആണ്. ഹിയർ ലാംഡ 2 ആണ്, എക്സിന്റെ വാല്യൂ 4 ആണ്. സോ പി ഓഫ് 4 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇ റേസ് ടു മൈനസ് 4 ആൻഡ് ലാംഡയ്ക്ക് പകരം 2 ആണ്, ലാംഡയാണ് പവറായിട്ട് വരുന്നത്. സോ ഇ റേസ് ടു മൈനസ് 2 അഗെയിൻ 2 റേസ് ടു എക്സ് ആണ്, അപ്പോൾ 2 റേസ് ടു 4 എന്ന് വരും. ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 4 ഫാക്ടോറിയൽ വരും. ശ്രദ്ധിക്കുക, ലാംഡയ്ക്ക് പകരം 2 കൊടുക്കുക, എക്സിന് പകരം 4 കൊടുക്കുക. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 റേസ് ടു 4 എന്ന് പറഞ്ഞാൽ 16 ആണ്. ഇ റേസ് ടു മൈനസ് 2 എന്ന് പറഞ്ഞാൽ വാല്യൂ എത്രയാണ് വരിക? ഇ റേസ് ടു മൈനസ് 2. ഇ റേസ് ടു മൈനസ് 2 ഇൻറ്റു 16 അല്ലേ. യെസ്, ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 24 അല്ലേടാ? യെസ്, അപ്പോൾ 24 ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു പോയിന്റ്. ഞാൻ വാല്യൂ കറക്റ്റ്, അതായത് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തൊന്നും എഴുതുന്നില്ല, ഞാൻ ഫൈനൽ ആൻസർ എഴുതുന്നുണ്ട്. ഇറ്റ് ഇസ് 0.09. സോ 0.09 ആണ് പി ഓഫ് എക്സ് ഈക്വൽ ടു 4 എന്ന് പറയുന്നത്. നമ്മൾ എന്താ ചെയ്തത്? ലാംഡയ്ക്ക് പകരം 2ഉം എക്സിന് പകരം 4ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. റൈറ്റ് ഡൗൺ ദ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓഫ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എക്സ് ദാറ്റ് ഫോളോസ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. സോ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന ഒരു റാൻഡം വേരിയബിൾ എക്സിന്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് പി ഓഫ് എക്സ് എന്ന് പറയുന്നത്? ഇൻ കേസ് ഓഫ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ പി ഓഫ് എക്സിന്റെ ഇക്വേഷൻ ഇ റേസ് ടു മൈനസ് ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ ആണ്, വെർ എക്സ് ഈക്വൽ ടു 0, 1, 2 എക്സെട്ര ആൻഡ് 0 അതർവൈസ് നമുക്ക് പറയാം. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? PMF ഓഫ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. നോട്ട് ചെയ്യുക കേട്ടോ. റൈറ്റ്. ഇനി അടുത്ത ചോദിച്ചിട്ടുള്ളത് ഇഫ് ലാംഡ ഇസ് ഈക്വൽ ടു 3.4 ഫൈൻഡ് പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. അപ്പോൾ നമുക്ക് ലാംഡയുടെ വാല്യൂ തന്നു. ലാംഡ എത്രയാണ്? ലാംഡ 3.4 ആണ്. ചോദിച്ചിട്ടുള്ളത് പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. അതായത് പി ഓഫ് എക്സിന്റെ വാല്യൂ, അതായത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റ് കേസ് ആണ്. നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2ൽ ആരൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം? ഈക്വൽ ടു 2, പിന്നെ ലെസ് ദാൻ 2 എന്ന് പറയുമ്പോൾ 1ഉം 0യും ഇൻക്ലൂഡ് ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ പി ഓഫ് എക്സ് ഈക്വൽ ടു 0 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 2. ഇത്രയും ചെയ്താൽ നമ്മുടെ ആൻസർ ആയി. ആദ്യം പി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. ലാംഡ തന്നിട്ടുണ്ട്, സോ ലാംഡയ്ക്ക് വരും 3.4 കൊടുക്കുക. അടുത്തത് ലാംഡ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ 3.4 റേസ് ടു 0 ആണ്, ഡിവൈഡഡ് ബൈ 0 ഫാക്ടോറിയൽ. അടുത്തത് എക്സ് ഈക്വൽ ടു 1ന്റെ കേസിൽ ഇ റേസ് ടു മൈനസ് 3.4 ഇൻറ്റു ലാംഡ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ അഗെയിൻ 3.4 റേസ് ടു 1 ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ ആൻഡ് ദെൻ ഇ റേസ് ടു മൈനസ്
ലാംഡ റേസ് ടു എക്സിന് പകരം 2 കൊടുക്കുക ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. ഇത് നമുക്ക് കാൽക്കുലേറ്ററിൽ വാല്യൂ ചെയ്ത് നോക്കാം അല്ലേ. സോ ഇ റേസ് ടു മൈനസ് 3.4 എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാണ് വാല്യൂ കിട്ടുക? ഇ റേസ് ടു മൈനസ് 3.4 അല്ലേ. യെസ്, ഇറ്റ് ഈസ് ഈക്വൽ ടു 0.033. അടുത്ത നമ്മൾ റൗണ്ട് ചെയ്യാണ് കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ 3.4 റേസ് ടു 0 ആണ്, 0 ഫാക്ടോറിയലും 1 ആണ്. 0 ഫാക്ടോറിയൽ എപ്പോഴും 1 ആണ്. അതേപോലെ ഒരു നോൺ സീറോ നമ്പറിന്റെ പവർ 0 ആണെങ്കിൽ ആൻസർ 1 ആണ്. 3.4 റേസ് ടു 0 1 ആണ്, 0 ആണെന്നൊന്നും എഴുതി വെക്കരുത്. സോ ജസ്റ്റ് അവിടെ ഇ റേസ് ടു മൈനസ് 3.4 കണ്ടാൽ മതി. അടുത്തത് എഗെയിൻ ഇ റേസ് ടു മൈനസ് 3.4ന്റെ കൂടെ നമ്മൾ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? 3.4 മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 0.113 അല്ലേ. 0.113. ആൻഡ് ദെൻ ഇ റേസ് ടു മൈനസ് 3.4ന്റെ കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 3.4 സ്ക്വയർ ആണ് അല്ലേ. സോ യെസ്, ഇ റേസ് ടു minus 3.4 into 3.4 square divided by 2 factorial ആണ് എന്ന് വെച്ചാൽ 2, that is equal to 0.193 എന്ന് നമുക്ക് റൗണ്ട് ചെയ്യാം. ആൻഡ് ദെൻ നമുക്ക് സമ്മായിട്ട് കിട്ടുക 0.033 പ്ലസ് 0.113 പ്ലസ് 0.193 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.339 ആണ് നമുക്ക് സമ്മായിട്ട് കിട്ടുക. സോ ഇതാണ് നമ്മുടെ പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുന്നത്. നമ്മൾ 0, 1, 2 കേസസ് സ്പെഷ്യലായിട്ട് ചെയ്തു, അതിൻ്റെ വാല്യൂസ് കറക്റ്റ് എഴുതി സം എടുക്കുകയാണ് ചെയ്തത്. കാൽക്കുലേറ്റർ നന്നായിട്ട് യൂസ് ചെയ്യുക കേട്ടോ, അതായത് ഈ റേസ്റ്റ് വാല്യൂസ് ഒക്കെ കറക്റ്റായിട്ട് എഴുതുക. റൈറ്റ്, ഇനി അടുത്ത നോക്കിക്കോളൂ. ആവറേജ് നമ്പർ ഓഫ് ഫോൺ കോൾസ് പെർ മിനിറ്റ് കമ്മിങ് ഇൻ ടു ദ സ്വിച്ച് ബോർഡ് കമ്പനി ഇസ് 2.5. സ്വിച്ച് ബോർഡ് ഓഫ് എ കമ്പനി. Find the probability that during one particular minute there will be no phone calls at all and exactly 2 calls. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ആകെ തന്നിട്ടുള്ളത് ഒരൊറ്റ ഇൻഫർമേഷൻ ആണ്. ആവറേജ് നമ്പർ ഓഫ് ഫോൺ കോൾസ് കമ്മിങ് എന്ന് പറയുന്നത് 2.5 ആണ്. എന്നിട്ട് ചോദിക്കുകയാണ് നോ ഫോൺ കോൾസ് അറ്റ് ഓൾ, ഒരൊറ്റ ഫോൺ കോളും വരാണ്ടിരിക്കാനുള്ള പ്രോബബിലിറ്റി എന്താണ്? എക്സാക്ട്ലി 2 കോൾസ് വരാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആവറേജ് കേസ് തന്നിട്ട് നിങ്ങളോട് എക്സാക്ട് കേസ് ചോദിക്കുകയാണ്. 0 അല്ലെങ്കിൽ 2, 0 ആവാനുള്ള ചാൻസും 2 ആവാനുള്ള ചാൻസും മനസ്സിലാക്കുക. ഇങ്ങനെ ആവറേജ് കേസസ് തന്ന് എക്സാക്ട് കേസസ് ചോദിച്ചാൽ അത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും മോസ്റ്റ്ലി. അപ്പോൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിലാണ് നമുക്ക് അൺസർട്ടൻ ആയിട്ടുള്ള ഇവൻറ്റ്സ് ആയിരിക്കും. അവിടെ നമുക്ക് ആവറേജിൻ്റെ ഒരു കണക്ക് തരും, അതാണ് ഈ ലാംഡ എന്ന് പറയുന്നത്. അത് വെച്ച് നിങ്ങളോട് എക്സാക്ട് കണക്ക് ചോദിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ലാംഡയാണ് ഈ തന്നിട്ടുള്ള 2.5. നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് പ്രോബബിലിറ്റി ദാറ്റ് നോ ഫോൺ കോൾ അറ്റ് ഓൾ അല്ലേ. എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് പി ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണ്. That is e raised to minus lambda raised to x, xന് പകരം 0 എടുക്കുക ഡിവൈഡഡ് ബൈ 0 ഫാക്ടോറിയൽ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ e raised to minus 2.5 ആയിരിക്കും അല്ലേ. വാട്ട് ഇസ് ഇറ്റ്? e raised to minus 2.5 and that is 0.082. അടുത്തത് ഇതേപോലെ നമുക്ക് എക്സാക്ട്ലി 2 കോൾസ് ആണ് ചെയ്യേണ്ടത്. എക്സാക്ട്ലി 2 കോൾ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 2 ആണ് അല്ലേ. പി ഓഫ് എക്സ് ഈക്വൽ ടു 2. ദാറ്റ് മീൻസ് e raised to minus ലാംഡയ്ക്ക് പകരം അഗെയിൻ 2.5 കൊടുക്കുക. ലാംഡ raised to x എന്ന് പറഞ്ഞാൽ ലാംഡ റേസ് ടു 2 എന്ന് വരും ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ എന്ന് വരും. സോ ഇ റേസ് ടു മൈനസ് 2.5ൻ്റെ കൂടെ നമ്മൾ ആരെ മൾട്ടിപ്ലൈ ചെയ്യും? 2.5 സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്യും ഡിവൈഡഡ് ബൈ 2 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.257 എന്ന് നമുക്ക് റൗണ്ട് ചെയ്യാം കേട്ടോ. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ പി ഓഫ് എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത്. ഇതുപോലെ ആവറേജ് തന്ന് എക്സാക്ട് ചോദിക്കുമ്പോൾ പോയ്സൺ ഡിസ്ട്രിബ്യൂഷനിൽ ലാംഡയാണ് തന്നിട്ടുള്ളതെന്ന് ഐഡന്റിഫൈ ചെയ്യുക, ബാക്കി കാര്യങ്ങൾ ഫൈൻഡ് ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. മെയിൻലി പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ്റെയും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെയും PMF നന്നായിട്ട് അറിഞ്ഞിരിക്കണം. രണ്ട് കേസിലും മീൻ എന്താണ്, വേരിയൻസ് എന്താണെന്നുള്ളത് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഇതിലൊന്ന് തന്നാൽ ബാക്കി ഫൈൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. അതേപോലെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കഥകളാവുമ്പോൾ, അതായത് ക്വസ്റ്റ്യൻ ഇങ്ങനെ ഈ പറയുന്ന പോലെ ആവറേജ് നമ്പർ എന്നൊക്കെ പറഞ്ഞ് കഥയായിട്ട് തരുമ്പോൾ അത് ഏത് ടൈപ്പ് പ്രോബ്ലം ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഫെയിലിയർ സക്സസ് അങ്ങനെ ഒരു കേസ് നമുക്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും. സോ അങ്ങനെ നിങ്ങൾ കേസസ് ഐഡന്റിഫൈ ചെയ്ത് കറക്റ്റായിട്ട് ഇക്വേഷനൊക്കെ കൊടുത്തിട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററൊക്കെ ആയിട്ട് കാണാം അല്ലേ. അപ്പോൾ ഓക്കെടാ, താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.